ഇപ്പൊ മലയാളികളായിട്ടുള്ള പല ആൾക്കാരും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിലേക്ക് വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിലവിൽ ഈ 95% ഉള്ളത് കൊണ്ട് അടുത്ത ഈ പറഞ്ഞ ലെവലിലേക്ക് മലയാളികൾക്ക് ഇനി ജോലി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു സമ്പാദ്യം ഇല്ല എന്നത് മാത്രമല്ല, ഈ പറഞ്ഞ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് അതിന്റെ EMI അടക്കണം. തൊമ്മിച്ചൻ വളരെയധികം പെട്ടു. താങ്കളെ ലൈഫ് മാറും. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ലൈഫ് മാറിയില്ലെങ്കിൽ താങ്കൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തൊഴിൽ നിയമങ്ങളെല്ലാം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സ്വദേശിവൽക്കരണം വന്നു. അപ്പൊ അതിലൂടെ ഇഷ്ടംപോലെ ബിസിനസ്സുകാർക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കെല്ലാം ജോലി നഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ നമുക്കറിയാം UAE പുതിയൊരു നിയമം വന്നു. അതായത് ഒരു കമ്പനിയിൽ 80% കൂടുതൽ ഒരു കൺട്രിയിലുള്ള ആളുകൾ പാടില്ല, ബാക്കി 20% ബാക്കിയുള്ള വ്യത്യസ്ത കൺട്രിയിലുള്ള ആളുകൾ വേണമെന്നുള്ള ഒരു നിയമം വന്നു. ഇതും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ മലയാളികളെ, ഇന്ത്യക്കാരെ എല്ലാമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അപ്പൊ ഈ തരത്തില് തൊഴിൽ നിയമങ്ങളെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പ്രിക്കോഷൻ ആണ് എടുക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം ഇപ്പൊ നമുക്ക് UAE വന്ന പുതിയ നിയമം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പൊ നിലവിൽ ഉള്ള ഒരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 49 പേര് വിദേശികളാണെങ്കിൽ ഒരാൾക്ക് UAE ഒരാൾക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഒരു നിയമമാണ് ഇപ്പൊ നിലവിൽ UAE ഉള്ളത്. അതായത് 100 പേരാണ് ആ ടോട്ടൽ ആ ഒരു ഓർഗനൈസേഷനിൽ ഉള്ളതെങ്കിൽ 2 പേര് സ്വദേശിയായിട്ടുള്ള വ്യക്തികളായിരിക്കണം. ഇതിപ്പോ നിലവിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് UAE നിയമമാണ്. പക്ഷെ ഈ ഇടയ്ക്ക് വന്ന ഒരു പുതിയ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു 100 പേര് ഒരു കമ്പനിയിലുണ്ടെങ്കിൽ 80 പേര് അവർക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തിലുള്ള, ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാം. ബാക്കി 20 പേർ ആ 20 പേർക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ 20% ജോലി കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ നിലവിൽ പുതുതായിട്ട് UAE വന്നതാണ് ഒരു നിയമം. ഈ 20% ഇപ്പൊ വേറെ പല രാജ്യം, പാകിസ്ഥാനികളോ ശ്രീലങ്കക്കാരോ ബംഗ്ലാദേശികളോ അങ്ങനെയുള്ള വേറെ ഇപ്പൊ UAE-കാരോ അല്ലെ വേറെ ഏതെങ്കിലും കൺട്രീസിലുള്ള ആൾക്കാർക്ക് ആണ് ഈ 20% ജോലി കൊടുക്കേണ്ടത്. അപ്പൊ ഇത് എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോർമൽ സിറ്റുവേഷനിൽ നമുക്കറിയാം ഒരുമിക്ക കമ്പനികളും മേജർ പോർഷൻ വരുന്നത് ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ നിയമം വന്നതിന് ശേഷം ഞാൻ UAE-യിലുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 10-25 വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിലവിൽ അദ്ദേഹം അത്യാവശ്യം ഒരു വലിയൊരു ഓർഗനൈസേഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ 95% ജോലിക്കാർ ഇന്ത്യക്കാരാണ്. അത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മലയാളികളാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, ഈ ഒരു നിയമം വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് 80% പാടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു 15%-ഓളം എക്സ്ട്രാ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ മലയാളികൾ ഇദ്ദേഹത്തിന്റെ കമ്പനികളുണ്ട്. ഇനി അവരുടെ ജോലി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ക്ലാരിറ്റി ഇപ്പൊ നിലവിൽ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ നിലവിലത്തെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പുതിയ ഏതെങ്കിലും ഒരു ജോലിക്കുള്ള ഒരു ഓപ്ഷൻ വന്നു. ഇപ്പൊ മലയാളികളായിട്ടുള്ള പല ആൾക്കാരും ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനിലേക്ക് വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിലവിൽ ഈ 95% ഉള്ളത് കൊണ്ട് അടുത്ത ഈ പറഞ്ഞ ലെവലിലേക്ക് മലയാളികൾക്ക് ഇനി ജോലി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി പല ആൾക്കാരുടെയും ഈ തരത്തിലുള്ള ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇവിടെ ഇപ്പൊ അത് ഗവൺമെന്റ് ഇനി പറയണ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറയുന്ന നിയമം ബാധകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ഈ 15% ആൾക്കാരെ പിരിച്ചുവിടേണ്ടി വരും. അവരുടെ എല്ലാം ജോലി നഷ്ടമാകും. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് ഈ 80% ആൾക്കാരെ
ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു നിയമം വന്നു. നാളെ പറയണം 50% പാടുള്ളൂ അല്ലെങ്കിൽ 20% പാടുള്ളൂ എന്നൊക്കെ നിയമം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് 10 തൈ വെച്ചാൽ ആപത്ത് കാലത്ത് 10 തിന്നാനുള്ളത്. അതായത് നല്ല അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്ത് നമുക്ക് നിക്ഷേപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് നമുക്ക് അത് ഉപകാരപ്രദമാവും എന്നാണ് ഈ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കഥയിൽ ആ ഒരു കമ്പനിയുടെ അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ഈ പറഞ്ഞ കമ്പനിയിലെ 2 ജോലിക്കാരാണ് ജോസിച്ചനും തൊമ്മിച്ചനും എന്ന് വിചാരിക്കുക. അതായത് ഇവര് രണ്ടുപേരും ഏകദേശം ഒരു 20 വർഷം മുമ്പ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത വ്യക്തികളാണ്. 20 വർഷം മുമ്പ് ഇവര് ജോയിൻ ചെയ്ത വ്യക്തികളാണ്. ഇപ്പൊ ജോസിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പൊ സാധാരണ രീതിയിൽ മലയാളികളെ പോലെ പ്രത്യേകിച്ച് ഇനി കിടക്കണല്ലേ, ഇനി വർക്ക് ചെയ്യാൻ കുറെ വർഷം കിടക്കണല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും നിക്ഷേപിക്കേണ്ടതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് പോകുന്ന വ്യക്തി. അതേസമയം തൊമ്മിച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി ജോലി കിട്ടിയപ്പോൾ മുതൽ തന്നെ ഒരു സർട്ടൻ പെർസെന്റേജ് നിക്ഷേപങ്ങൾക്ക് മാറ്റിയൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു നിയമം വന്ന് സപ്പോസ് ഇവരെ 2 പേരുടെ ജോലി നഷ്ടമായി എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ജോസിച്ചനെ സംബന്ധിച്ച് ഇപ്പൊ നിലവിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പ്രത്യേകിച്ച് നോ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഇദ്ദേഹം ഇപ്പൊ നിലവിൽ പറഞ്ഞ ഹോം ലോൺ, ഇപ്പൊ വീടിന് വേണ്ടി ഹോം ലോൺ എടുത്തിട്ടുണ്ട്. അതിപ്പോ ഒരു 20 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വിചാരിക്കാം. തൊമ്മിച്ചനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലോണൊന്നും ഇല്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പൊ ഒരു 2 കോടി രൂപയുടെ ഒരു കോർപ്പസ് സമ്പാദ്യം അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 പേർക്കും സംഭവിച്ചത് ഓരോ കാര്യം തന്നെ, 2 പേരുടെ ജോലി പോയി. പക്ഷെ ഈ 2 പേരെ എഫക്ട് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അതായത് ഇവിടെ തൊമ്മിച്ചൻ അന്ന് തുടങ്ങി ഒരു സർട്ടൻ പെർസെന്റേജ് മാറ്റി വെച്ചോണ്ട് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇന്നിപ്പോ ഈ 2 കോടിയുടെ കോർപ്പസ് ഉണ്ട്. പക്ഷെ ജോസിച്ചനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സമ്പാദ്യം ഇല്ല എന്നത് മാത്രമല്ല, ഈ പറഞ്ഞ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് അതിന്റെ EMI അടക്കണം. തൊമ്മിച്ചൻ വളരെയധികം പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇപ്പൊ നിങ്ങൾക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്, കിട്ടുന്ന 100 രൂപയും നമ്മൾ ചെലവഴിക്കാതെ അതിൽ നിന്ന് ഒരു 30 രൂപ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നിക്ഷേപിക്കാൻ താങ്കൾ മാറ്റിക്കഴിഞ്ഞാൽ താങ്കളുടെ ലൈഫിൽ ഇത് വരുത്തി വെക്കാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 10-15 വർഷം കഴിയുമ്പോൾ അതിലൂടെ താങ്കൾക്ക് ലഭിക്കാൻ പോകുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിൽ വരുമാനത്തിന്റെ ചുരുങ്ങിയ ഒരു 30% നിക്ഷേപിക്കാൻ എപ്പോഴും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിനുവേണ്ടി താങ്കൾ ചെയ്യേണ്ടത് സിമ്പിൾ കാര്യം, താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനോ ഡിസ്ട്രിബ്യൂട്ടറിനോ കണ്ടെത്തുക. താങ്കൾ ഇരിക്കുക, താങ്കളുടെ ഫ്യൂച്ചർ ഗോൾസ് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യുക. അതിനുശേഷം എത്ര തുക താങ്കൾക്ക് മാറ്റാൻ പറ്റുമെന്ന് ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം നിക്ഷേപിച്ചു തുടങ്ങുക. താങ്കളെ ലൈഫ് മാറും. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ലൈഫ് മാറിയില്ലെങ്കിൽ താങ്കൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു. എനിക്ക് ഉറപ്പുണ്ട് താങ്കളുടെ ലൈഫ് മാറി വന്നത്. അതുകൊണ്ട് ഈ കാര്യം താങ്കൾ തീർച്ചയായിട്ടും ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ മാസവും എന്നോളം ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെബിനാറും പിന്നെ അതോടൊപ്പം തന്നെ ഒരു Q&A സെക്ഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ താങ്കൾ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാകുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ താങ്കൾ വാട്സാപ്പ് വഴി കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സ് നമുക്ക് കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.